ഇനി അതിന്റെ പുറമെ പൊതുമൂമിനുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു ഖബർസ്ഥാനിന്റെ അരികെ ചെന്നിട്ട് ഒരൊറ്റ പ്രാവശ്യം ഒരു ഖുൽ ഹു അല്ലാഹു അഹദ് ഓതി അതിന്റെ പ്രതിഫലം ആ ഖബറാളികൾക്ക് മൊത്തം മദിയ ചെയ്താൽ ഓരോരുത്തർക്കും മഹത്തായ സംഭാവനയായ ഹദിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശരൂപത്തിലുള്ള പാത്രങ്ങളിലാക്കി അടച്ചു മൂടിക്കൊണ്ട് ഓരോരുത്തർക്കും പ്രത്യേകമായി വിതരണം ചെയ്യപ്പെടും. നമുക്കെന്താ മടക്ക്? ഇനി അതൊന്നും വേണ്ട. ഒരു ഖബർസ്ഥാന്റെ അരികെ ചെന്നൊരു മുഅ്മിനായ മനുഷ്യൻ സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് അവൻ പറയാണ്, അല്ലാഹുമ്മ റബ്ബൽ അജ്സാദിൽ ബാലിയ വൽ ഇളാമിൻ നഖിറ അല്ലത്തി ഖറജത് മിനദ് ദുനിയാ വഹിയ ബിക മുഅ്മിന അർസിൽ അലൈഹാ റൗഹൻ മിൻ ഇൻദിക വസലാമൻ മിന്നാ എന്നൊരു പ്രാർത്ഥന ഒരു മനുഷ്യൻ ഒരു ഖബർസ്ഥാനിൽ വെച്ച് ചെയ്താൽ, ഖബർസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിസരത്ത് വെച്ചാണ്, കേറിക്കൊള്ളണം പറ്റില്ല. അല്ലാഹുമ്മ റബ്ബൽ അജ്സാദിൽ ബാലിയ, ദ്രവിച്ചുപോയ എല്ലുകളുടെ രക്ഷിതാവാവുന്ന അല്ലാഹുവേ, വൽ ഇളാമിൻ നഖറ, പൊടിഞ്ഞു നുരുമ്പിപ്പോയ എല്ലുകളുടെ ഉടമസ്ഥനായിരിക്കുന്ന അല്ലാഹുവേ, അല്ലത്തി ഖറജത് മിനദ് ദുനിയാ വഹിയ ബിക മുഅ്മിന, ദുനിയാവിൽ നിന്നിട്ട് മുഅ്മിനായി മരിച്ചുപോയ ആളുകൾ അല്ലാത്തതുണ്ടാവുമല്ലോ, അത് നമ്മൾ ഒഴിവാക്കുക. ദുനിയാവിൽ നിന്നിട്ട് മരിച്ചുപോയ മുഅ്മിനായി മരിച്ചുപോയിട്ട് മണ്ണടിഞ്ഞ് മാംസങ്ങളെല്ലാം മണ്ണോട് ചേർന്ന് എല്ലുകളെല്ലാം നുരുമ്പിപ്പോയ ആ എല്ലുകളുടെയും മാംസങ്ങളുടെയും ഉടമക്കാരനായിരിക്കുന്ന തമ്പുരാനെ, അദ്ഖിൽ അലൈഹാ റൗഹൻ മിൻ ഇൻദിക വസലാമൻ മിന്നാ, നിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യവും ഞങ്ങളുടെ സലാമും അവർക്ക് നീ എത്തിക്കണമേ. എത്ര പണിയാണല്ലോ നമുക്ക്? ഒരു പണിയില്ല. ഒരു സലാമും ഒരു ദുആവും. ഇത് പറഞ്ഞാൽ ആ ഖബർസ്ഥാനിൽ മറവിട്ട് കിടക്കുന്ന മോമിനീങ്ങൾ എത്ര പേരുണ്ടോ അത്രയും ആളുകൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടുന്നതിന്റെ പുറമെ ഈ പറഞ്ഞ മനുഷ്യന് മരണപ്പെട്ടുപോയ മുഅ്മിനുകളായ മുഴുവൻ ആളുകളുടെയും എണ്ണം കണ്ട് ദോഷം പൊറുക്കപ്പെടും. എന്താ ലാഭം? എത്ര കോടിയപ്പോ അതിന്റെ എണ്ണം? നമുക്കാകെ മുടക്കെന്താ? 2 വാക്ക് കിട്ടാൻ പോകുന്നത് ഒരേ സമയത്ത് 2 നേട്ടം. ഈ ഖബർസ്ഥാനിലുള്ള മുഴുവൻ മൂമിനുകൾക്കും അതിന്റെ പ്രതിഫലം അല്ലാഹു തആല എത്തിച്ചു കൊടുക്കും. അതിന്റെ പുറമെ മരണപ്പെട്ടുപോയ മൂമിനുകളുടെ എണ്ണം എത്രയോ അത്രയും പാപം ഈ പറഞ്ഞ മനുഷ്യന് പൊറുക്കപ്പെടും. ഒരേ സമയത്ത് എണ്ണമറ്റ നേട്ടങ്ങൾ. കാരണം എന്താണെന്നറിയോ? ലോകം അതല്ലേ. അവിടുത്തെ അവസ്ഥ എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ വെപ്രാളത്തില്, വിഷമത്തില്, വേദനയില് ഒരാശ്വാസം പകരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതിലും വലിയ ഉപകാരപ്രദമായത് മറ്റൊന്നും അവർക്ക് ലഭിക്കാനില്ല. ഏതൊരു മുഅ്മിനായ മനുഷ്യനും അവന്റെ മറ്റൊരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു പ്രയാസം ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഇവന്റെ പ്രയാസം ലഘൂകരിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രയാസത്തിന്റെ സമയമാണ് ഖബറിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ, വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന എന്തറിയാത്ത മനുഷ്യനെ പോലെയാണ് ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ. ആ മനുഷ്യന്റെ ഒരു പ്രാർത്ഥന, ഒരു ഇസ്തിഗ്ഫാർ, വെറും ഒരു ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഒരു ഖബർസ്ഥാനിൽ വെച്ചിട്ട് പറഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന മുഅ്മിനുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ്, ഒരു ഇസ്തിഗ്ഫാർ. നമുക്കിപ്പോ അത് വളരെ ലഘുവാണ്. പക്ഷേ അവിടെ എത്തിയെങ്കിലേ നമുക്കതിന്റെ ഗൗരവവും വലിപ്പവും അറിയാൻ കഴിയൂ. സിയാറത്ത് പരമാവധി വർദ്ധിപ്പിക്കുക. അത് നമ്മളെ ബാക്കിയുള്ളവരുടെ ഖബറുകളിൽ തന്നെ ആയിക്കോളുന്നില്ല. ഏത് ഖബർസ്ഥാനിലും ആവാം മോമിനുകളുടെ. അങ്ങോട്ട് കേറിക്കോളുന്നില്ല. അതിന്റെ ഗേറ്റിന്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഒരു സലാം പറയാ, ഒരു ഇസ്തിഗ്ഫാർ പറയാ. അദ്ഖിൽ അലൈഹാ റൗഹൻ മിൻ ഇൻദിക വസലാമൻ മിന്നാ. 2 വാക്കല്ലേ ഉള്ളൂ. അതിന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നതാണ് ആദ്യം പറഞ്ഞത്. اللهم رب الأجساد البالية والعظام النخرة التي خرجت من الدنيا وهي بك مؤمنة أرسل عليها روحا من عندك وسلاما منا. ഇനി അതിനൊക്കെ പറയാൻ കിട്ടൂല, പഠിക്കണ്ടേ, പറയാൻ കിട്ടൂല. എന്നാലോ ഒരു സലാം പറഞ്ഞോളീ. സലാമു അലൈക്കും അഹ്ലൽ ദിയാർ മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. പങ്കുകൊടുത്താൻ ചുരുക്കത്തിൽ നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകപ്പെടുന്നു. പക്ഷേ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല.
അറിയുന്നില്ല, വസ്തുത. അതേസമയത്ത് ഖബറാളികൾ ഖബറിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, പക്ഷേ അവർക്ക് അറിയാൻ കഴിയും, അനുഭവിക്കാനും കഴിയും. ഇതാ വ്യത്യാസം. അവിടെ അറിവിന്റെയും അനുഭവത്തിന്റെയും ലോകമാണ്. ഇവിടെ അതല്ല, ഇവിടെ പ്രവർത്തനത്തിന്റെ ലോകമാണ്. ഇവിടെ വെച്ച് വല്ലതും ചെയ്താൽ നമുക്ക് കിട്ടും, നാം ആർക്കെങ്കിലും വേണ്ടി ചെയ്താൽ നമുക്ക് കിട്ടുന്നതിന്റെ പുറമെ അവർക്ക് കൂടി കിട്ടും. അതിലിപ്പോ ഒരു നഷ്ടമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു ദുആ ചെയ്യുകയാണെങ്കിലും സുന്നികൾക്കൊരു സ്വഭാവമുണ്ട്. എന്തൊരു വിഷയത്തിന് ഒരു യാത്ര ഇറങ്ങുകയാണെങ്കിലും വേണ്ടില്ല, ഒരാളെ യാത്രയൊക്കെയാണെങ്കിലും വേണ്ടില്ല, മരിച്ചോടത്ത് ദ്വാരക്കാണെങ്കിലും വേണ്ടില്ല, കുട്ടികളുണ്ടായോടത്ത് ദ്വാരക്കാണെങ്കിലും വേണ്ടില്ല, കല്യാണത്തിന് ദ്വാരക്ക, എവിടെ ദ്വാരക്കാണെങ്കിലും ആദ്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ദ്വാരക്കും. പിന്നെ അവിടെ നിങ്ങോട്ട് പോകുന്നിട്ട് അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, സ്വാലിഹീങ്ങള്, മഹാത്മാക്കള്, പിന്നെ നമ്മുടെ ഉമ്മ വാപ്പന്മാര്, ഉസ്താദന്മാര്, കുടുംബങ്ങള്, സ്നേഹിതന്മാര്, ഇനി ബാക്കി എല്ലാ മൂമിനാത്തുകളുടെ പേരിൽ ദ്വാരക്കും. പിന്നെ കൂട്ടത്തിൽ എന്താ ആവശ്യം എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യം പ്രത്യേകം ദ്വാരക്കും. യാത്ര കാണിക്കുക അതിനുള്ള ദ്വാരക്കും, അല്ലെങ്കിൽ ഓരോ കാര്യത്തിനുള്ള അതിനനുസരിച്ച്. ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, ഈ മരണപ്പെട്ടുപോയി മറുലോകത്തെത്തിനിരിക്കുന്ന ലക്ഷക്കണക്കായ മുഅ്മിനുകൾ, നമ്മുമായിട്ട് ബന്ധമുള്ള മുഅ്മിനുകൾക്ക് നാമുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുകയാണ് അതുകൊണ്ട് ഉദ്ദേശം. കാരണം നാം ഇത്തരം പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്ത് അവരുടെ മേൽ അതിയാക്കുമ്പോൾ, അത് നമ്മുടെ അഡ്രസ് സഹിതം അവർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധനം മാത്രമല്ല കിട്ടുന്നത്, ഇത് പാർസലെത്തുമ്പോൾ അതിന്റെ അഡ്രസ് സഹിതം ഉണ്ടാകുക. ആരാണ് ഇത് അയച്ചത് എന്ന വിവരം അവിടെ ലഭിക്കുന്നു. ഇങ്ങനെ വരുമ്പോ അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് സ്വന്തം അമല് ചെയ്യാൻ കഴിയൂല, അറിഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അവർക്ക് കഴിയും. അത് ധാരാളം ഹദീസുകളിൽ വന്ന സംഭവമാണ്. നമുക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നാം സലാം പറഞ്ഞാൽ അവർ സലാം അടക്കും, പക്ഷെ നമുക്ക് കേൾക്കില്ല. നാം അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അതിന്റെ പുറമെ മലായിക്കത്ത് നമുക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. അവരുടെ ദുആ കിട്ടും, മലക്കുകളുടെ ദുആ കിട്ടും. അതിന്റെ പുറമെ അവർക്ക് നമ്മോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹബന്ധം ആത്മീയമായി സ്ഥാപിക്കപ്പെടും. ഈ മുഅ്മിനുകൾ തമ്മിലുള്ള ആത്മീയമായിരിക്കുന്ന ഈ സ്നേഹബന്ധം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഫലം കിട്ടും. നമുക്കൊരു നട്ടുമില്ലതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിന്റെ നമുക്ക് തന്നെ കിട്ടും ചെയ്യും. അതാ രസം. നമ്മൾ ചെയ്യുന്ന ആർക്കും പോവില്ല, നമ്മൾ ചെയ്ത് നോക്കി നമുക്ക് തന്നെ. ഇങ്ങനെ വരുമ്പോ ഏത് സ്വാലിഹായ അമലും ചെയ്യാം. ഉദാഹരണം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ആ സുന്നത്ത് നിസ്കരിച്ചതിന്റെ കൂലി പടച്ചവനെ എന്റെ ഉമ്മാന്റെ ഹളറത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ, എന്റെ ബാപ്പാന്റെ ഹളറത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ, എന്റെ ഉസ്താദന്മാരുടെ ഹളറത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ. നമ്മൾ നിസ്കരിച്ചതിന്റെ കൂലി നമുക്ക് കിട്ടൂ. പക്ഷേ ഈ പറഞ്ഞ ഉമ്മാക്കും ബാപ്പാക്കും ഉസ്താദിനും ഒക്കെ തുല്യമായിരിക്കുന്ന പ്രതിഫലം ഈ ദുആ കൊണ്ട് അള്ളാഹുവിൽ എത്തിച്ചു കൊടുക്കും. അള്ളാന്റെ അടുക്കൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട് അഭിമന്മാരെ. നമുക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആവുമ്പോൾ കൊടുത്തു അള്ളാഹുത്തല കുഴങ്ങൂലേ. എല്ലാവരും ഇങ്ങോട്ട് ദ്വാരക്കാൻ തുടങ്ങിയാൽ കൊടുത്തവർക്ക് തന്നെ പിന്നെയും കൊടുത്ത് അള്ള അങ്ങനെയൊന്നും കുഴങ്ങൂല. അള്ളാന്റെ അടുക്കൽ ഇഷ്ടം പോലെ ഇതുണ്ട്. പിന്നെ കുറെ ആവുമ്പോ കിട്ടിയിട്ട് ഇവർക്കൊരു കമ്പം തീരൂലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അള്ളാന്റെ അടുത്തിൽ കൊടുത്ത് തീരുവൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഉണ്ടാവും. ഏതുണ്ടല്ലോ കണക്കിനേറെ കിട്ടിയാൽ ഒരു കമ്പം തീരല്. ദുന്യാവിൽ അങ്ങനെയാണ്. ദുന്യാവിൽ ഏതോ ഒരു കണക്ക് വിട്ട് കിട്ടിയാ പിന്നെ അയിമക്കുള്ളൊരു കമ്പല്ല, അങ്ങനെ മാങ്ങി വെക്കുന്നല്ലാതെ അവര് എന്നതാ ആ അവസ്ഥയല്ലാതെ ആഖിറത്തിൽ എത്ര കിട്ടിയാലും അവിടെ തികയുക എന്നൊരു പ്രശ്നം അവിടെ ഇല്ല. എത്രയും കിട്ടുന്നവരും കൂടുതൽ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ വലിയ മഹാന്മാരെ പറ്റിയൊക്കെ റിപ്പോർട്ടുകൾ കേട്ടാൽ വലിയ മഹാന്മാര്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായിട്ട് മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ കൊല്ലം തോറും ധാരാളം അടിമകളെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് അടിമമോചനം നടത്തി ചെയ്യുമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വേറൊരാൾ വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അശ്റഫുൽ മുബശ്ശിരീങ്ങളിൽ പെട്ട 4 ആളല്ലേ എന്നല്ല, സ്വർഗത്തിലെ നേതാക്കന്മാരിൽപ്പെട്ട നേതാവല്ലേ. പിന്നെന്തിനായി പേരക്കുട്ടികൾ? ആർക്കും വിവരില്ലാഞ്ഞിട്ടാ? അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ പേരക്കുട്ടികളാണ്. ഓർക്ക് വിവരില്ലെങ്കിൽ പിന്നെ ദുന്യാവിൽ ഞാർക്കാ വിവരണ്ടാകുക? അപ്പൊ ഇത് കുറെ കൂടുതലുണ്ടെന്നത് കൊണ്ടിട്ടാണ് മടുപ്പില്ല. എത്രയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ നമ്മൾ ദുആ ചെയ്യുന്നില്ലേ?
നമ്മൾ ആരെങ്കിലും ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പൊന്നു ഹബീബന്മാരെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? അല്ലാഹു പറഞ്ഞല്ലേ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ദുആർക്കലിനെ ഒരാൾക്കനുസരിച്ചാണല്ലോ ദുആർക്കല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ദുആന്റെ ഒരു ഇനമാണ്. നിബിതങ്ങൾ അത്രയും ഉയർന്ന പദവിയും ബഹുമാനവും ആദരവും അള്ളാന്റെ അടുക്കൽ ഉള്ളത് കൊണ്ട് സാധാരണ ആളുകൾക്കുള്ള ദുആ അല്ല നിബിതങ്ങളോട് സ്വലാത്ത് തന്നെ ഇടണം. നിബിതങ്ങൾക്കുള്ള ദുആ തന്നെ. എന്തിനാ നമ്മൾ ദുആ ചെയ്യണത്? നമുക്ക് കാര്യത്തിനിടോ അള്ളാഹു റസൂലിനെ നമ്മൾ ചെയ്തിട്ട് വേണോ? വേണ്ട. പക്ഷേ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നിബിതങ്ങളുടെ ദർജ ഉയരും.